ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പോർക്ക് റോസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പോർക്ക് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വേവിച്ചെടുത്തതാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് ചെറിയുള്ളി, ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. പോർക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്കൊരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം പൊടികളൊക്കെ നന്നായി മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പോർക്ക് വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പോർക്കിൻ്റെ ഒരല്പം വെള്ളം മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം വറ്റി ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അല്പം 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.